ദിവ്യസ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സാർവത്രിക പ്രതീകം എന്ന നിലയിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല അഹിന്ദുക്കളായ ആളുകൾക്ക് പോലും ആരാധന തോന്നിയിട്ടുള്ള ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. മധുരയിൽ ജനിച്ച് വൃന്ദാവനത്തിൽ വളർന്ന് ദ്വാരകയുടെ രാജാവായതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും ഇഷ്ടദൈവങ്ങളിൽ ഒരാളാണ് ശ്രീകൃഷ്ണൻ. ഒരു പരമോന്നത ശക്തിയായി അദ്ദേഹത്തെ എല്ലാവരും ആരാധിക്കുന്നു. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ യൂസഫ് അലി കേച്ചേരി പലപ്പോഴും ശ്രീകൃഷ്ണനോടുള്ള അഗാധമായ ആരാധന പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാനെ കാണുവാനുള്ള യേശുദാസിന്റെ ആഗ്രഹവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീകൃഷ്ണനോട് ഭക്തിയും ആരാധനയും ഉള്ളവർക്ക് സന്ദർശിക്കാൻ പറ്റിയ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യവും ലയിക്കുന്ന അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിനെ പാർത്ഥസാരഥിയായി സങ്കല്പിച്ചാണ് ഇവിടെ പൂജകൾ നടത്താറുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ രൂപം വലത് കൈയിലെ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്നതാണ്. അത്യപൂർവമാണ് വിഷ്ണുവിന്റെ ഈ രൂപം. ഇവിടുത്തെ നിത്യ നൈവേദ്യമായ പാൽപായസം ലോക പ്രശസ്തമാണ്. 12 വർഷത്തിലൊരിക്കൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിലെ പള്ളിപ്പാനയും പ്രസിദ്ധമാണ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം, കർണാടക. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ കൃഷ്ണക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഉടുപ്പിയിലെ കണ്ണൻ വിശ്വാസികളുടെ ആശ്രയമാണ്. കാലങ്ങളായി തന്നെ ആശ്രയിക്കുന്നവർക്ക് മുന്നിൽ ആശ്വാസവും ഉത്തരങ്ങളുമായി നിൽക്കുന്ന ഉടുപ്പിയിലെ കണ്ണനെ പരിചിതമല്ലാത്ത വിശ്വാസികൾ കാണില്ല. കൃഷ്ണന്റെ ദർശനത്തിനായി ആയിരങ്ങളാണ് പ്രതിവർഷം ഇവിടെ എത്താറുള്ളത്. ഇവിടുത്തെ കൃഷ്ണ ദർശനം 9 ദ്വാരങ്ങളുള്ള ഒരു വാതിലിലൂടെയാണ്. ഈ രീതിയിലുള്ള ദർശനം ഭക്തർക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. കനകദാസ ജാലകമെന്നും ഈ വാതിലിന് വിളിപ്പേരുണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. സംസ്കൃതത്തിലെ ഉഡു, പ എന്നീ 2 വാക്കുകൾ ചേർന്നാണ് ഉടുപ്പി ആയതെന്നാണ് വിശ്വാസം. ഉഡു എന്നാൽ നക്ഷത്രമെന്നും പ എന്നാൽ ഭഗവാൻ എന്നുമാണ് അർത്ഥം. പണ്ട് തനിക്ക് ലഭിച്ച ഒരു ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടുവാനായി ചന്ദ്രൻ ഇവിടെ എത്തി ശിവനോട് പ്രാർത്ഥിച്ചു. ചന്ദ്രന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗത്തിന്റെ രൂപത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ശിവലിംഗം ഇവിടെ ചന്ദ്രമൗലീശ്വര ക്ഷേത്രത്തിൽ കാണാം. അങ്ങനെ ചന്ദ്രൻ പ്രാർത്ഥിച്ച ഇടമാണ് ഉടുപ്പി ആയതെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ നിന്ന് 26 കിലോമീറ്റർ ദൂരമുണ്ട് ഗുരുവായൂരേക്ക്. മഹാവിഷ്ണു ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ദേവഗുരുവായ ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്നാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചത്. അതിനാലാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ വാസ്തുവിദ്യാ ശൈലിക്കും ശില്പങ്ങൾക്കും പേര് കേട്ടതാണ്. ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം 4 കോൺ ആകൃതിയിലുള്ളതാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള ഗർഭഗൃഹത്തിന് വിപരീതമായി ക്ഷേത്രത്തിന്റെ ഗോപുരം 7 നിലകളുള്ളതാണ്. ഓരോ നിലയിലും സുന്ദരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനകത്ത് നിരവധി ഉപക്ഷേത്രങ്ങളുണ്ട്. ഓരോന്നും വ്യത്യസ്ത ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അനന്ത വസുദേവ ക്ഷേത്രം, പശ്ചിമ ബംഗാൾ. അനന്ത വസുദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ ബൻഷ്ബേരിയയിലെ ഹംഗേരി ക്ഷേത്ര സമുച്ചയത്തിലാണ്. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് 1679 രാജ രാമേശ്വർ ദത്തയാണ്. ബാബ ഠാക്കൂർ, ഹരിയാന. ഹരിയാനയിലുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ബാബ ഠാക്കൂർ. ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരാണ് ഠാക്കൂർ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ റേവറി ജില്ലയിലെ കരോളിയിലാണ്. 150 വർഷം മുമ്പേ ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നതെങ്കിലും നിലവിലുള്ള ക്ഷേത്രം 1997 നിർമ്മിക്കപ്പെട്ടത്. ബാങ്കെ ബിഹാരി ക്ഷേത്രം, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ മധുര ജില്ലയിലെ വൃന്ദാവനമാണ് പുണ്യനഗരമായിട്ട് അറിയപ്പെടുന്നത്. വൃന്ദാവനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൃന്ദാവനത്തിലെ പവിത്രമായ ഭൂപ്രകൃതിയിൽ ആദരണീയമായ രാധാവല്ലഭ ക്ഷേത്രത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്വാരകാധീശ് ക്ഷേത്രം, ഗുജറാത്ത്. ദ്വാരകയിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ ദ്വാരകാധീശ് ക്ഷേത്രം. ദ്വാരകാധീശനായി ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ശ്രീകൃഷ്ണന്റെ പൗത്രനായിരുന്ന വജ്രനാഭനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഏതാണ്ട് 2500 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് ദ്വാരകാധീശ ക്ഷേത്രം. ജഗത് മന്ദിർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. മധുരയിൽ നിന്നും ഇവിടെ എത്തിയ കൃഷ്ണൻ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇവിടെയാണ് ചെലവഴിച്ചത്. ഗോവിന്ദ് ദേവ്ജി ക്ഷേത്രം, രാജസ്ഥാൻ. ഗോവിന്ദ് ദേവ്ജി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്.
ജയ്പൂരിലെ സിറ്റി പാലസ് സമുച്ചയത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം. കേശവദേവ് ക്ഷേത്രം, ഉത്തർപ്രദേശ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലാണ് കേശവദേവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓർച്ചയിലെ ഭരണാധികാരിയായിരുന്ന രാജാ വീർ സിംഗ് ബുന്ദേലയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. മുഗൾ രാജാവായ ജഹാംഗീറിന്റെ അധീനതയിലുള്ള നാട്ടുരാജ്യമാണ് ഓർച്ച. കൃഷ്ണ ഗുഹാക്ഷേത്രം, തമിഴ്നാട്. ചരിത്ര നഗരമായ മഹാബലിപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന ഗുഹാക്ഷേത്രം കാഞ്ചീപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ തെളിവാണ്. കുട്ടൻകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം, കേരളം. തൃശൂർ ജില്ലയിലെ പൂങ്കുന്നത്താണ് കുട്ടൻകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 300 വർഷം പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രം പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 500 മീറ്റർ അകലെയാണ്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം, കേരളം. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ എന്നും ഇരട്ടി പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഓരോ ശ്രീകൃഷ്ണ വിശ്വാസിയും ഏറെ ഭക്തിയോടെ മാത്രം കരുതുന്ന ഈ ക്ഷേത്രത്തിന് തിരുവിതാംകൂർ രാജവംശവുമായും ഏറെ ബന്ധമുണ്ട്. അർജുനന് ഗീത ഉപദേശിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ശില്പം കണ്ടാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായി നെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉണ്ണിക്കണ്ണനാണ്. പുത്തൂർപ്പള്ളി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാധാരാമൻ ക്ഷേത്രം, ഉത്തർപ്രദേശ്. വളരെ പ്രശസ്തമായ പുരാതന ഹിന്ദു ക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്ന രാധാരാമൻ ക്ഷേത്രം. വൃന്ദാവനത്തിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് 542 പണികഴിപ്പിച്ച ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ശ്രീ ഗോവിന്ദജി ക്ഷേത്രം, മണിപ്പൂർ. മണിപ്പൂരിലെ ആത്മീയ വിശുദ്ധിയും ഭക്തിയും ഉൾക്കൊള്ളുന്ന വൈഷ്ണവ ക്ഷേത്രമാണ് ശ്രീ ഗോവിന്ദജി ക്ഷേത്രം. മഹാരാജാവിന്റെ കൊട്ടാരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രമുഖ ക്ഷേത്ര സമുച്ചയം 2 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നിലവറ, പുറംഭാഗം എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. തിരുപ്പാൽക്കടൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലെ കീഴ്പേരൂർ ഗ്രാമത്തിലാണ് പ്രാചീനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ പ്രവേശന കവാടവും ചാർത്തും ഗോപുരവും ആനക്കുട്ടിലും സ്വർണ്ണക്കുടിമരവും എല്ലാം കാണാം. ചതുരാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒറ്റനില ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളുമെല്ലാം ഇവിടെ ധാരാളമായി കാണാം.